صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിന്റെ ഹബീബിനെ കാണുക എന്ന് പറഞ്ഞത് ഒരു മുഅ്മിനിന്റെ, അല്ലാഹു റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതിന് ആഗ്രഹം ആദ്യം നമുക്കൊക്കെ വേണം. ആഗ്രഹം ഉണ്ടായാൽ പോരാ, ദുആ ചെയ്യണം. ദുആ ചെയ്താലും പോരാ, അതിനു വേണ്ടി ഒരുങ്ങുകയും വേണം. ഇപ്പൊ അള്ളാഹുവിന്റെ ഹബീബിനെ എത്രയോ ആളുകൾ കാണുന്നുണ്ട്. ഇന്നലെ ഒരു വീട്ടില് മൗലിദ് അവര് നിത്യം ഒരു ഹിസ്ബ് ഓതുന്നു ഉറപ്പ് പറഞ്ഞ് ഉസ്താദ് വന്നിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം, തുടങ്ങി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ആ വീട്ടിലത്തെ ഉമ്മ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ട ഉമ്മയും. നാടന്മാര് വരെ സ്വപ്നത്തിലല്ല ഉണർവിയിൽ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഭാഗ്യം കിട്ടണം. അള്ളാഹു തആല ഭാഗ്യവാന്മാരിൽ നമ്മളൊക്കെ പെടുത്തട്ടെ. എന്താ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ടാലും ഉപകാരം എന്ന് ചിലവർ ചോദിക്കും. ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭംഗി മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. അള്ളാഹിന്റെ ഹബീബിന് ആ സൗന്ദര്യത്തിൽ ഒരു രണ്ടാമനില്ല. അള്ളാഹ് കഴിഞ്ഞാ പിന്നെ ഏറ്റവും ഭംഗിയുള്ളവന് അള്ളാഹിന്റെ റസൂല. അള്ളാഹ്ക്ക് ഭംഗിയുണ്ട്. ഇന്നല്ലാഹ ജമീലുൻ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അള്ളാഹു വളരെ ഭംഗിയുള്ളവനാണ്, അന്യൂനനാണ്. യുഹിബ്ബുൽ ജമാല, ഭംഗിയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോ അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഭംഗിയുള്ളവന് അള്ളാഹിന്റെ റസൂല. യൂസുഫ് നബി ഒന്നും അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് എത്തൂല. യൂസുഫ് നബിന്റെ ഭംഗി കണ്ടിട്ട് കൈമുറിച്ച സ്ത്രീകളുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടിട്ട് എന്തുകൊണ്ട് ആരും കൈമുറിച്ചില്ല? റസൂലുള്ളാഹിന്റെ ഭംഗി പ്രകടമാകാത്തത് കൊണ്ടല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഹദീസൊക്കെ മൗലിദിലും ഉണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സംസാരിക്കുന്ന ടൈം മുഖത്തുനിന്ന് നിയലിക്കുന്ന പുറപ്പെടുന്ന പ്രകാശം ചുമരിൽ ഇങ്ങനെ കാണാം. ചുമര്, റസൂലുള്ളാഹി ഇരിക്കുന്ന ആ ചുമരിൽ ഇങ്ങനെ പ്രകാശം കാണാം. ലൈറ്റ് ഹൗസിൽ നിന്ന് വരുന്നത് പോലെ പ്രകാശം അടിക്കുന്നതായി കാണാം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറയാണ്, ഇങ്ങനെ ഒരു ഭംഗി ലോകത്ത് യൂസുഫ് നബി എന്നല്ല ഒരാൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഭംഗി ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമായിരുന്നു. അള്ളാഹിന്റെ ഹബീബിനല്ലാതെ ഐതിഹ്യത്തിൽ വരെ അങ്ങനെ ഒരു ഭംഗിയുള്ളവരെ പറയുന്നില്ല. അള്ളാഹിന്റെ ഹബീബിന്റെ ഭംഗിയാണ്. സംസാരിക്കുമ്പോൾ വായയിൽ നിന്ന് സൂര്യരശ്മി പുറപ്പെടുന്നത് പോലെ വായയിൽ നിന്ന് പ്രകാശം പുറപ്പെടുമായിരുന്നു. അങ്ങനെ അള്ളാഹിന്റെ ഹബീബിന് വലിയ ഭംഗിയുണ്ട്. എന്നിട്ട് എന്തേ ആരും കൈ മുറിച്ചതിന്? യൂസുഫിനെ കണ്ടപ്പോൾ കുറെ പെണ്ണുങ്ങൾ കൈ മുറിച്ചല്ലോ. അത് അള്ളാഹിന്റെ ഹബീബിന് ഭംഗി മാത്രമല്ല, മുഖത്തേക്ക് നോക്കാൻ സാധിക്കൂല, അത്ര ഗാംഭീര്യം ഉണ്ടായി. മുഖത്തേക്ക് നോക്കിയ പേടിയാകും. അങ്ങനത്തെ ചില ഉസ്താദുമാരുണ്ട്. സംസാരിച്ചാൽ ആള് വളരെ സാധുവായിരിക്കും, പക്ഷെ മുഖത്തേക്ക് നോക്കിയ പേടിയായിരിക്കും. അങ്ങനെ അള്ളാഹു തആല ഗാംഭീര്യം നൽകുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹിക്ക് വലിയ ഗാംഭീര്യം കൊടുത്തു. ആ ഗാംഭീര്യം കൊണ്ട് സ്വഹാബത്തിന് ഒറ്റ വ്യക്തിക്കും റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാൻ സാധിച്ചില്ല. നുസിർതു ബിർറുബി മിൻ മസീറത്തി ശഹരിൻ, ഒരു മാസം അപ്പുറത്തുനിന്ന് എന്നെ പേടിക്കും. ആ പേടി കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു. എന്റെ അടുത്തേക്ക് ഒരു ശത്രു വരുന്നുണ്ട് എന്ന് കണ്ടാൽ ഒരു മാസം അപ്പുറത്തുനിന്ന്, ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന അത്ര വൈദൂരത്തുനിന്ന് എന്നെ പേടിക്കും. അങ്ങനെ പേടി കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു. ആ ഭംഗിയുള്ള മുഖം കാണാൻ ആരാ ആഗ്രഹമില്ലാത്ത? മുത്തനബിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹം വേണ്ടേ? വേണം. ഇനി അതിന്റെ ലാഭം എന്താന്ന് ചോദിച്ചാൽ, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആരിഫീങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിനെ ഏത് രൂപത്തിൽ കണ്ടാലും ലക്ഷക്കണക്കിന് രൂപത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. 1,24,000 അമ്പിയാക്കന്മാര് അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ അമ്പിയാക്കന്മാരുടെ രൂപത്തിലൊക്കെ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. ഏത് കാലത്തും 1,24,000 ഔലിയാവും അല്ലാഹു തആല ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അവരെ എണ്ണം കുറഞ്ഞാൽ ഖിയാമത്ത് നാളാണ് ഉണ്ടാവും. അവരെണ്ണം കുറയാൻ പാടില്ല. ഒരെണ്ണം കുറയണ അന്നാണ് ഇവിടെ ഊദ.
അപ്പോ ആ 1,24,000 ഔലിയാന്റെ കോലത്തിലും അള്ളാന്റെ റസൂൽ സ്വപ്നത്തിൽ വരും. കറുത്ത ഔലിയാക്കന്മാരുണ്ട്, വെളുത്ത ഔലിയാക്കന്മാരുണ്ട്, നീളം കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്, പല രൂപത്തിലുള്ള ഔലിയാവും അമ്പിയാവും ഉണ്ട്. അപ്പൊ ആ കോലത്തിലൊക്കെ അള്ളാന്റെ റസൂൽ വരും എന്ന്, സ്വപ്നത്തിൽ വരുമെന്ന്, യഖലത്തിലും വരും, ഉണർവിയിലും വരുമെന്ന് ഔലിയാ ആരിഫീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഈ മൗലിദിലുണ്ട്. അപ്പോ സ്വപ്നത്തിൽ ഏത് കോലത്തിൽ കണ്ടാലും ഞാൻ അള്ളാന്റെ റസൂലാണ് എന്ന അഡ്രസ്സിൽ ആര് വന്നോ അത് ഇബ്ലീസിന് വരാൻ കഴിയൂല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ തന്നെയാണ്. ഇനി അങ്ങനെ കണ്ടാൽ എന്താ ഉപകാരം? ഉലമാ പറയുന്നു, അവന് സൂൽ ഖാത്തിമ ഉണ്ടാകില്ല, അവന് കാഫിറായി ചത്തുപോകൂല. കാഫിറായി ചത്തുപോകാന് പെട്ടെന്നുണ്ട് വലിയ സന്തോഷങ്ങൾ. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറയിൽ പറഞ്ഞു, വ്യഭിചാരം പോലോത്ത ഗുഹ്യസ്ഥാനം കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, വലിയ കബീറത്ത്, സന്തോഷങ്ങൾ, അത് മരിക്കുന്ന സമയം ഈമാൻ കിട്ടാതെ മരിച്ചു പോവാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലത്തെ സന്തോഷങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെ മക്കളെയും ഭാര്യമാരെയും സുഹൃത്തുക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല മരിക്കുന്നത് വരെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോ സൂഉൽ ഖാത്തിമ ഉണ്ടാകാൻ പെട്ടെന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ വീഡിയോ ഇബ്ലീസ് മരിക്കുന്ന സമയം, മരിക്കുന്ന ആൾക്ക് മാത്രമേ അത് അറിയാൻ കഴിയൂ, മറ്റുള്ളവർക്ക് എന്താ നടക്കുന്നത് അറിയാൻ കഴിയൂല. നിമിഷം കൊണ്ട് അതൊക്കെ ലൈവായി കാണിക്കുന്നത് പോലെ കാണിക്കാൻ ഇബ്ലീസിന് അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇബ്ലീസ് നമ്മൾ ചെയ്ത വലിയ തെറ്റുകൾ ലൈവായി മരിക്കുന്ന സമയത്ത് കാണിച്ചു. അതിങ്ങനെ കാണുമ്പോ ഈ മരിക്കുന്ന ആൾ വിചാരിക്കും, അവൻ അന്തം വിട്ടുപോയി, ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ, ഞാൻ മരിക്കാനായി. അവിടെ അവന് ഭാഷ ലഭിക്കില്ല. അള്ളാഹുവിനോട് ഏത് ഭാഷയിൽ ഞാൻ ഇനി പൊറുക്കലിനെ തേടും, ഞാൻ തൗബ ചെയ്യുമെന്ന് അറിയാതായി പോകും, എനിക്ക് അള്ളാഹ് പൊറുക്കൂല എന്ന് വിചാരിക്കും. അത് വിചാരിച്ചാലോ അപ്പൊ തന്നെ അങ്ങനെ ആയിപ്പോകും. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കും ഞാൻ അള്ളാഹ് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ മരിക്കാൻ സമയത്ത് എനിക്ക് അള്ളാഹ് പുറത്തരൂല എന്ന് വിചാരം വന്നാല് അങ്ങനെ കാഫിറായി ചത്തുപോകും. ഇബ്ലീസ് അവനിലേക്ക് ചരിക്കും, അവന്റെ കൂടെയാക്കും. എത്രയോ ഔലിയ ആയി നടന്ന ആളുകൾ മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുത്തപ്പോ, കൂടെയുള്ള ആളുകൾ ചൊല്ലിക്കൊടുത്തപ്പോ, ഞാൻ എന്റെ ആളല്ല, ഞാനത് ചൊല്ലൂല എന്ന് പറഞ്ഞ് മരിച്ചിട്ടുണ്ട്. എറിയ വലികളും ഈ ബഹറിൽ മുങ്ങിയിട്ട് ഈമാനും തെറ്റി മൗതായെന്ന് ചൊന്നോവർ. ഇവിടെ റിഫായിമാരും മൊയ്തിമാരൊക്കെ ചൊല്ലുന്ന സ്ഥലമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും ആ വരി. ഏറിയ വലികളും ഈ ബഹറിൽ മുങ്ങിയിട്ട്. ഏത് ബഹറില്? മാരിഫത്തിന്റെ, വിലായത്തിന്റെ, ഹഖീഖത്തിന്റെ ബഹറിൽ മുങ്ങിയിട്ട് ഈമാന് തെറ്റി മൗത്തായി എന്ന് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കുറെ ആരിഫീങ്ങൾ പറയുന്നുണ്ട് ഈമാൻ തെറ്റിയിട്ടാണ് അധികം ആളുകൾ മൗത്തായി പോണത്. അപ്പൊ അതിനൊരു ശിഫ ആണ് റസൂലുള്ളാഹിന്റെ സ്വലാത്തുമായി ജോലിയാവല്. മൗലിദും സ്വലാത്തും വന്ന അതാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞത്. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂൻ, അല്ലാഹു തആലയും മലായികത്തും യുസല്ലൂന, അവര് മദ്ഹ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇമാം ബുഖാരി പറഞ്ഞ അർത്ഥം. സ്വലാത്ത് പറയുന്നുണ്ട്, നീ ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞോളിയും കുഴപ്പമൊന്നുമില്ല. എന്താണ് ആ സ്വലാത്ത്? അല്ലാഹു റസൂലിന്റെ മദ്ഹ്. അല്ലെങ്കിൽ അതേ അല്ലാഹു തആല മലായികത്ത് ഒരുമിച്ചുകൂടി ഇതുപോലെ ഒരുമിച്ചുകൂടിയാണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹ് പറയാന്നല്ല. യുസല്ലൂന എന്ന് പറഞ്ഞാല് അല്ലാഹുവും മലായികത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നുണ്ട്. ആരിഫീങ്ങൾ പറയുന്നത്, മുഫസ്സിരീങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പടച്ചത് മുതൽ എല്ലാ സമയത്തും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീരാത്ത മദ്ഹ് റസൂലുള്ളാഹിക്കുണ്ട്. മൗലിദുൽ ഹുസ്നൈനിയിലൊന്നും റസൂലുള്ളാഹിന്റെ ഭംഗി തീരുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ച കുറഞ്ഞ ഭംഗി മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിൽ പറഞ്ഞത് ഫുള്ള് റസൂലുള്ളാഹിന്റെ ഭംഗിയാ. റസൂലുള്ളാഹിന്റെ ഭംഗിയല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത്രയും ഭംഗിയുള്ള ഒരു വ്യക്തിനെ നമുക്ക് മനസ്സിലായാല് പിന്നെ ആ വ്യക്തിനെ മാത്രമേ നമ്മൾ സ്നേഹിക്കുള്ളൂ. അതിനാണ് ആ മൗലിദ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താവും? അള്ളി മലായികത്തും റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നു, മദ്ഹ് ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ, മുഅ്മിനീങ്ങളെ നിങ്ങളും മദ്ഹ് ചെയ്യുക എന്നർത്ഥം. അതാ ഉസ്താദ് നേരത്തെ പറഞ്ഞത്. അത് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്, ഇമാം ബൈളാവി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതൊക്കെ തങ്ങൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് നിങ്ങൾക്ക് വിശദീകരിച്ച് പിന്നീട് തരും. അപ്പോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ചെറിയ സ്വലാത്ത് തങ്ങൾ ഉസ്താദ് ഇന്ന് ചൊല്ലിത്തന്ന സ്വലാത്ത്, അതും സ്വലാത്ത് തന്നെ. മങ്കൂസ് മൗലിദും സ്വലാത്ത് തന്നെ. ബുർദത്തുൽ ശരീഫയും സ്വലാത്ത് തന്നെ. മൗലിദുൽ ഹുസ്നനിയും സ്വലാത്ത്. എല്ലാത്തിനും സ്വലാത്തിന്റെ പുണ്യം. അപ്പൊ അത് 30 ഹിസ്ബാണെന്ന് നിങ്ങളോട് തങ്ങൾ ഉസ്താദ് പറഞ്ഞു. 30 ഹിസ്ബ്. ഒരു ദിവസം ഒരു ഹിസ്ബില് 2 or 3 ബൈത്തും ഹിക്കായത്തും ഉണ്ടാകുക. ചിലപ്പോ 2 ഉണ്ടാവും. ഇന്ന് തങ്ങൾ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 13ാമത്തെ ഹിസ്ബ് ചൊല്ലി അതിൽ 2 ബൈത്തേ ഉള്ളൂ. അത് കുറഞ്ഞ സമയം കൊണ്ട് അവസാനിച്ചു. ഏതായാലും അങ്ങനെ 30 ഹിസ്ബ. ഓരോ ഹിസ്ബ് ചെല്ലുമ്പോഴും നമ്മള് എന്ത് ലക്ഷ്യം വെക്കണം? അതിന് ചില അദബുകളുണ്ട്. 3 ഫാത്തിഹ തങ്ങൾ ഉസ്താദ് പറഞ്ഞു തരും. ഇനി നമ്മൾ ആ 3 ഫാത്തിഹയോട് തങ്ങള് കോലമ്പോത്തിൽ തുടങ്ങുക എന്ന് പറഞ്ഞപ്പോ അങ്ങനെ തുടങ്ങിയതാ. അങ്ങനെ തുടങ്ങൽ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തുടങ്ങലാണ് നല്ലത്. അതിലൊക്കെ ചില സിറുകളുണ്ട്, രഹസ്യങ്ങളുണ്ട്. ചില സിറുകളൊക്കെ എന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറയാത്തത് കുറെ സിറുകളുണ്ട്, പറയാൻ പറ്റാത്ത സിറുകളും മൗലിദുൽ ഹുസ്നൈനിക്ക് ഉണ്ട്. അത് തങ്ങളെ പോലത്തെ ആളുകൾ ഇൻഷാ അല്ലാഹ് സ്വയം മനസ്സിലാക്കും അതിന്റെ സിറുകളൊക്കെ. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ.